ഇഷ്ട വിഷയങ്ങളിൽ മറ്റുള്ളവരുടെ സംസാരിച്ചിരിക്കാൻ താല്പര്യമുള്ള ആൾക്കാരാണ് നമ്മളെല്ലാവരും. എന്നാൽ ചിലരുണ്ട് മറ്റുള്ളവരെ സംസാരിക്കാൻ സമ്മതിക്കാതെ സംസാരിച്ചു കൊണ്ടേയിരിക്കും. അങ്ങനെ സംസാരിക്കുന്ന ഒരാളെക്കുറിച്ച് ഞാൻ പറയാം. ജപ്പാനിൽ ജീവിച്ചിരുന്ന നാനി എന്നൊരു അധ്യാപകനെ കുറിച്ച് അയക്കാത്ത. നാനിയും സുഹൃത്തായ മറ്റൊരു അധ്യാപകനും മിക്കവാറും ദിവസങ്ങളിൽ ഒരു ചായക്കടയിൽ ഒരുമിച്ചിരുന്ന് ഇങ്ങനെ സംസാരിക്കും. നാനി നിർത്താതെ സംസാരിച്ചുകൊണ്ടേയിരിക്കും. മറ്റേ കേട്ടോ കേട്ടില്ലേ, അതൊന്നും പുള്ളിയുടെ പ്രശ്നമല്ല, സംസാരിച്ചുകൊണ്ടേയിരിക്കും. കുറേ സമയം കാത്തിരുന്നാലാവും സുഹൃത്തായ അധ്യാപകന് ഒന്നും ഒഴിയാൻ പറ്റുക. ഒരു വരി മിണ്ടാൻ സാധിക്കാതെ ഇങ്ങോട്ട് പറയുന്നത് മാത്രം കേട്ട് സുഹൃത്തായ അധ്യാപകന് മടുത്ത് തുടങ്ങി. കാര്യം റേഡിയോ പെട്ടി പാടുന്ന പോലെ ഇങ്ങനെ പാടിക്കൊണ്ടിരിക്കും, അയാൾക്ക് ഒരു ശ്രോതാവിനെ പോലെ കേട്ടുകൊണ്ടിരിക്കും. ഒരു ദിവസം ഈ നാനി സംസാരിക്കുമ്പോൾ സുഹൃത്ത് അധ്യാപകൻ മുന്നിലിരിക്കുന്ന കപ്പിലേക്ക് ചായ ഒഴിക്കാൻ തുടങ്ങി. അതൊന്നും ശ്രദ്ധിക്കാതെ നാനി സംസാരിച്ചുകൊണ്ടിരിക്കുക. കപ്പങ്ങനെ നിറഞ്ഞു തുടങ്ങി. ഭാവവ്യത്യാസമില്ലാതെ സുഹൃത്ത് ചായ ഒഴിച്ചുകൊണ്ടേയിരുന്നു. ഒടുക്കം ചായക്കപ്പ് നിറഞ്ഞു, ചായ തുളുമ്പി, കപ്പ് തുളുമ്പിയിട്ട് നാനി ഇതൊന്നും ശ്രദ്ധിക്കുന്നില്ല, പുള്ളി കഥ പറഞ്ഞുകൊണ്ടിരിക്കുക. ഒടുവിൽ തൻ്റെ കാലിലേക്ക് ചൂട് ചായ വീണപ്പോൾ നാനി പെട്ടെന്ന് ഞെട്ടി. അയാൾ സംസാരം അവസാനിപ്പിച്ചു. എന്നിട്ട് സുഹൃത്തിനോട് ദേഷ്യപ്പെട്ടു, നിങ്ങൾ എങ്ങോട്ടായി നോക്കുന്നേ? ആ കപ്പ് നിറഞ്ഞു, അതിനി ഒരു തുള്ളി പോലും ചായ കൊള്ളില്ല, അറിയാമോ അത്? ചായ ഒഴിക്കുന്നത് നിർത്തി സുഹൃത്ത് നാനിയോട് ഇങ്ങനെ പറഞ്ഞു, നിങ്ങൾ സംസാരിക്കുന്നത് ഏതാണ്ട് ഇങ്ങനെ തന്നെയാണ്. ഇപ്പുറത്തുള്ള ആൾക്കാരുടെ ക്ഷമ നശിച്ച് നിങ്ങൾ അറിയുന്നുണ്ടോ? എന്നാ സംസാരമാണ് നിങ്ങൾ? അപ്പോഴാണ് താൻ സ്ഥിരമായി ചെയ്യുന്ന മഹാ അബദ്ധം എന്താണെന്ന് നാനിക്ക് മനസ്സിലായത്. സംസാരമായാലും ചായയായാലും ഒരാൾക്ക് താങ്ങാൻ കഴിയുന്നതിന് ഒരു പരിധിയുണ്ട്. മറ്റൊരാൾ കൂടി സംസാരിക്കാൻ സമയം നൽകുക എന്നത് മിനിമം ഭാഷയെ പറഞ്ഞ ഒരു ജനാധിപത്യ മര്യാദ. എല്ലാറ്റിനും ഒരു മര്യാദ വേണ്ടടേ. അതിനിടയിലാണ് നമ്മുടെ നടൻ ശ്രീനിവാസൻ ഈ പറഞ്ഞ കാര്യം വീണ്ടും ആൾക്കാർ പറഞ്ഞു തുടങ്ങിയത്. അദ്ദേഹത്തിന് മേക്കപ്പ് ചെയ്ത് സുന്ദരനാക്കുന്നതിനെ കുറിച്ച് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞത് മേക്കപ്പിന് ഒരു അതിരില്ലേ എന്നാ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.